എന്തൊക്കെ മാറ്റമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സാർ, എൻ്റെ പേര് ചാക്കോ. ഞാൻ കോളേജിൽ പഠിക്കുന്ന മോനെ അന്വേഷിച്ച് വന്നതാ. ഇവിടെ കോളേജ്? ആ, മോൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. വേറെ പണിയില്ല, ഞാൻ വരാടാ. ഇപ്പോൾ നീ എവിടെ കാണും? എന്താ ഉടനെ എത്തും. നമ്മുടെ മോനെ നഗരത്തിൽ വിട്ട് പഠിപ്പിക്കാനായി എനിക്ക് സത്യത്തിൽ പേടിയാണ്. വലിയ പരിഷ്കാരികളുടെ നാടല്ലേ, എല്ലാം നിങ്ങളുടെ ഇഷ്ടം. സിസ്റ്ററെ, ഞാൻ ജയ്മോൻ്റെ അപ്പനാ. എൻ്റെ മോനെ ഒന്ന് വിളിക്കാവോ? ജയ്മോൻ? അങ്ങനൊരു വിദ്യാർത്ഥി ഇവിടെ ഇല്ലല്ലോ. ഞാൻ ഇവിടെയാണ് അവനെ ചേർത്തത്. അന്ന് വട്ടപ്പാറയിൽ നിന്ന് വന്ന എനിക്കും മോനും സിസ്റ്ററാണ് വഴി പറഞ്ഞെന്ന് സഹായിച്ചത്. ജയ്മോൻ? ഓ യെസ്, ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അവൻ പഠിപ്പ് നിർത്തിയിട്ട് കുറേ കാലമായല്ലോ. അവൻ പഠിപ്പ് നിർത്തിയെന്നോ? കഴിഞ്ഞ ആഴ്ച കൂടി ഞാനവന് പരീക്ഷാ ഫീസ് അയച്ചു കൊടുത്തതാണല്ലോ. അപ്പോൾ അവനെന്നെ പറ്റിക്കായിരുന്നു. അവനിപ്പോൾ എവിടെയാണ് സിസ്റ്റർ? നീ ഇതുവരെ പോയില്ലടാ. നാശം, കള്ളം കുടിച്ച് വന്നോളും. എഴുന്നേറ്റ് പോടാ. ഞാൻ ആരാന്ന് നിനക്കറിയാമോ? നീ ആരായാലും എനിക്കെന്താ? എഴുന്നേറ്റ് പോടാ. പോവില്ല, മനുഷ്യർ പണി ഉണ്ടാക്കാനായിട്ട്. ഉറങ്ങാനും സമ്മതിക്കില്ല. ഓരോരുത്തർ വന്നോളും. ചേട്ടാ, ഇത് ധ്യാനകേന്ദ്രമാണോ? അതേലോ, വായിക്കത്തില്ലേ? മോനെ ജയ്മോനെ, നിനക്ക് എന്ത് പറ്റി? അപ്പനെന്താ ഇവിടെ? മോനെ, ഞാൻ നിന്നെ കോളേജിൽ ചേർത്തിരുന്നു. പക്ഷേ നീ പഠിത്തം നിർത്തിയെന്ന് അവർ കള്ളം പറഞ്ഞു. അവർ നുണ പറഞ്ഞൊന്നുമല്ല. നിർത്തി, ഞാനെല്ലാം നിർത്തി. അല്ലെങ്കിൽ തന്നെ അടിച്ചു പൊളിക്കാൻ ഒരു ബൈക്കില്ലാത്ത, കാണാൻ കൊള്ളാവുന്നൊരു പെൺകുട്ടി ഇല്ലാത്ത, എന്തിന് ഇടാൻ നല്ലൊരു ഷർട്ട് പോലും ഇല്ലാത്ത ഈ 7ാം കൂലിയൊക്കെ എന്തിനാച്ചാ പഠിക്കുന്നത്? നിന്നെ പഠിപ്പിക്കാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത 10 ലക്ഷം രൂപയ്ക്ക് ഒരു വിലയില്ലേ മോനെ? മനസ്സ് മടുത്തുപോയി അപ്പാ. ഈ ഒരു ലഹരിയാ ആകെയുള്ള ഒരു ആശ്വാസം. ഇത്രയും കാലം നിന്നെ നോക്കിയുള്ള കൂലി ജപ്തി നോട്ടീസായി വീട്ടിൽ കിടപ്പുണ്ട്. അത് നീ പരിഹരിക്കണം. ജപ്തിയോ വ്യാപ്തിയോ അതൊന്നും എനിക്കറിയില്ല. ജനിപ്പിച്ച തന്തയാണെങ്കിൽ വളർത്താനും പഠിപ്പിക്കണം. പഠിച്ചു. എൻ്റെ പൊന്നുമോനൊരു ഉപകാരം ചെയ്യാമോ? ഇതൊരു ഇൻഷുറൻസ് പേപ്പറാണ്. ഇതിലൊന്ന് ഒപ്പിട്ടിട്ട് ഏതെങ്കിലും പാണ്ടിലോറിക്ക് പോയി തലവെക്കടാ. അങ്ങനെ 10 ലക്ഷം നിന്റെ പെങ്ങന്മാർക്കെങ്കിലും കിട്ടട്ടെ. അപ്പനെയാണോ ഈ ന്യൂ ജനറേഷൻ അപ്പനെന്ന് വിളിക്കുന്നത്? ഇത് ഞാൻ ശരിയായിക്കോളാം. അപ്പൻ ചെല്ല്. കർത്താവേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? നോമിനിയുടെ സ്ഥാനത്ത് എൻ്റെ പേരോ? അപ്പൻ 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുത്തത് എൻ്റെ പേരിലോ? അപ്പൻ പാണ്ടിലോറിയുടെ അടിയിൽ എനിക്ക് വേണ്ടി ചാവാൻ പോയോ? അപ്പാ